കഴിഞ്ഞ ദിവസം നിര്യാതയായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി സാന്ദ്രയ്ക്ക് സഹപാഠികളുടെയും അധ്യാപകരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സാന്ദ്രയുടെ ചേതനയറ്റ ശരീരം സ്കൂളിലെ കലാഭവൻ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും വിങ്ങലൊതുക്കാനായില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ക്ലാസ്സിൽ വന്ന സാന്ദ്രയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെടുകയും ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ഉടൻ ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർജറി നടത്തുകയും ചെയ്തു. സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങുകയാണെന്ന വിശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്ദ്രയ്ക്ക് പനിയും മഞ്ഞപ്പിത്തവും സർജറി ചെയ്ത ഭാഗത്ത് അണുബാധയും കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് രോഗാവസ്ഥ വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. സാന്ദ്രയുടെ ആകസ്മികമായ വിടവാങ്ങൽ സ്കൂളിനോടൊപ്പം തന്നെ നാടിനും വേദനയായി. സാന്ദ്രയുടെ ചേതനയറ്റ ശരീരം സ്കൂളിലെ കലാഭവൻ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ സാന്ദ്രയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചെർപ്പശ്ശേരി നഗരസഭാ ജീവനക്കാരനാണ് സാന്ദ്രയുടെ അച്ഛൻ ജോബി. അമ്മ മഞ്ജു ചെർപ്പശ്ശേരി ആയുർവേദ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ സാനിയ സഹോദരിയാണ്.